ഹായ് ഫ്രണ്ട്സ്, വർണ്ണം പ്ലാൻ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ. എന്ത് രസമാണെന്ന് പറയാം, അതിൻ്റെ മുട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. വേണ്ട ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ പെറ്റൽസിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്. നല്ല ഭംഗിയിൽ മുട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വലുപ്പമായി വരുന്നതേ ഉള്ളൂ, മച്ചുവേർഡായിട്ടുള്ള ഒരു മുട്ടല്ല. എങ്കിലും ഇതുണ്ടോ, എത്ര ഉണ്ടോ, അടുത്തടുത്ത ബഡിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ലൊരു ഇനമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് കയറി വരുമെന്ന് വിചാരിക്കുന്നു. ഇത് കുടമുല്ലയാണ്. ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ വളർന്നു വരാൻ. ഇപ്പോൾ എന്നാൽ കുറച്ച് ഫ്ലോട്ടിങ് ലീഫൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ വന്ന എന്തിനാണെന്നറിയാമോ, നമ്മളുടെ ഈ കുടമുല്ലയുടെ കാര്യം തന്നെയാണ്. ആ പോട്ടിൽ നോക്കിയാലറിയാം, ഇത് കണ്ടോ, ഇതിൽ നിറയെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. സാധനത്തിൻ്റെ പേരെന്താ, അസോള നിറയെ ആയി പോയായിരുന്നു. ഇടയ്ക്ക് അത്രയൊരു ശ്രദ്ധ പോയില്ല കേട്ടോ. എന്നിട്ട് ഈ അസോളയുടെ ഈ നാരുകളൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചെടിയുടെ ഇതങ്ങ് കുറച്ച് കുറഞ്ഞു പോയി, ഗ്രോത്ത് കുറഞ്ഞു പോയി. ഇതുണ്ടോ, ഇത് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ആ ചെടിയുടെ ഗ്രോത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്തൊക്കെ അത് വീണ് കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ വീണ് കിടന്നാൽ ആ ചെടിക്ക് അത്രത്തോളം അങ്ങോട്ട് വേഗം അത് കിട്ടില്ല. ഞാൻ ഓർക്കുകയും ചെയ്തത് എന്താണ്, ലീഫൊക്കെ വന്നതിന് ശേഷം ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് മാത്രം നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഇതേ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലോട്ടിങ് ലീവ്സ് വന്നു. നല്ല ഇതായിട്ട് എനർജറ്റിക്കായിട്ട് കയറി വന്നു എന്നുള്ളതാണ്. അപ്പോഴ് അസോള ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അസോള കുറച്ചായി കഴിയുമ്പോൾ അത് എടുത്തു മാറ്റാൻ വേണ്ടിയും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പോട്ടിലേക്ക് വെള്ളം താന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇതേ നമ്മളുടെ മിറാക്കിളാണ്. ഇത് രസമാണെന്നറിയോ ഈ ഫ്ലവർ കാണാൻ. നല്ല അടിപൊളി പെറ്റൽസൊക്കെയാണ്, നിറയെ പെറ്റൽസ് ഉള്ള ഇനമാണ് മിറാക്കിൾ. സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇഷ്ടംപോലെ ബഡുകളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇന്നലെ ഞാൻ കയറിയതാണ്, വൈകിട്ടും കയറിയതാണ്, അപ്പോഴൊന്നും കണ്ടില്ല. ഇതുണ്ടോടാ, ഇതുണ്ടോ, ഇല തിന്ന് തീർക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. പല തരത്തിലുള്ള പുഴുക്കളാണ്. ഒരു ദിവസം കൊണ്ട് അത് ഭയങ്കരമായിട്ട് വളർന്നു വന്നിട്ട് ഉള്ള ഇല മൊത്തം തീർത്ത് കളയും എന്നുള്ളതാണ്. കൊല്ലുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ കയറി നോക്കിയപ്പോഴത് കണ്ടില്ല. ഇന്നായപ്പോഴത്തേനാ നോക്കടാ ഇരിക്കുന്നുണ്ടോ. ഇതുകൊണ്ട് ഇന്നലെ വൈകിട്ട് കയറി നോക്കിയപ്പോഴുണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു ഇല തീർത്തു, അടുത്ത ഇല കയറി അതും തിന്ന് തീർത്തു. കയ്യിലേക്ക് വിടുവോ. ഇതോ എൻ്റെ രോമമൊക്കെ കണ്ടാ പേടിയാവും. അതുപോലെ വലിയ രോമമൊക്കെ ആയിട്ട് പുഴുക്കളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശല്യമായിട്ട് വന്നേക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു വണ്ട്, നിങ്ങളുടെയൊക്കെ ലോട്ടസിൽ ഇങ്ങനത്തെ വണ്ട് കയറാറുണ്ടോ? ഇത് ഈ വണ്ട് കയറി കഴിഞ്ഞാൽ ഇതിനെ മൊത്തം തിന്ന് നശിപ്പിക്കും എന്നുള്ളതാണ്. ആ പൂവിനെ നശിപ്പിച്ച് കളയും. നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാൽ എന്നാലും നിൽക്കട്ടെ, അത് കഴിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളുടെ ഏതായിരുന്നു, ഇത് എന്തായിരുന്നു, കർണ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇത് വേണേ വിടർത്തി കൊടുക്കാം, തന്നെ വിടരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് തമോ, വലിയ ബഡാണ് കേട്ടോ. പിന്നെ ത്രിവേണിയിലും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുറേ ഈ ഫ്ലവറൊക്കെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. അമ്പലത്തിൽ ഭഗവാന് സമർപ്പിച്ചു.
ഇനിയുണ്ട് കേട്ടോ ബഡ് ഇഷ്ടംപോലെ വരുന്ന ഒരു ഇനമാണ് ത്രിവേണി. നല്ല അടിപൊളി ഇനമാണ് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് റീപോർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പോട്ടാണ്. ലക്ഷ്മിയുടെ ആണ്. ലക്ഷ്മിയുടെ 2 ഫ്ലോട്ടിങ് ലീവ്സ് അന്നുണ്ടായിരുന്ന, അത് കഴിഞ്ഞിട്ട് അടുത്ത ലീഫിനോട് കൂടി തന്നെ ഇത് ബഡ് വന്നു. നല്ല ഇനമാണ് കേട്ടോ ലക്ഷ്മി. നല്ല വലിയ ഫ്ലവറുമാണ് ലക്ഷ്മിയുടെ. ഇതൊക്കെ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് സുബിയാണ്. സുബിക്ക് മൊട്ട് വന്നിട്ടില്ല കേട്ടോ, വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബാക്കി എല്ലാത്തിലും തന്നെ മുട്ടുണ്ട് കേട്ടോ. അതേ മഹിമയിൽ ഉണ്ടായിരുന്ന ഫ്ലവർ അമ്പലത്തിൽ കൊടുത്തു. പിന്നെ എല്ലാത്തിലും ഇങ്ങനെ ഇഷ്ടംപോലെ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് നിൽക്കുന്നു. കുറേ പൂക്കളോടുകൂടി നിന്ന കുറേ പോട്ടുകൾ സെയിലായി പോയി കേട്ടോ. ഹായ്, ഇതേണ്ട ഒരു മുട്ട് വരണോ? ഇതേതാണ്? ഇതേതാണ്? ചൈനീസ് റെഡാണോ? അല്ല, സൂപ്പർ പിങ്കിൻ്റെ ആണോ അതോ പോട്ടിന് വേറെ ഏതെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ബഡ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, സ്റ്റാൻഡിങ് ലീഫ് വന്നില്ല, പക്ഷേ ബഡ് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ബഡ്. ഇതുണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ല. മുട്ടുകളാവാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയാൻ വേണ്ടി പറ്റും. മുട്ടുകളുണ്ടെങ്കിൽ ആ മുട്ടുകളെയും ഇത് ബാധിക്കും കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു അസോള ഒരു സുഖമില്ലാത്ത അസോള. നേരത്തെ ഇത്രയും വിഷയം ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ തൈകളെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ അസോളയൊക്കെ കുറച്ചൊക്കെ എടുത്ത് കളയാണ്. കുറച്ച് ഇട്ടേക്കുള്ളൂ കേട്ടോ. ഈ അസോളയ്ക്കാണ് ഇത്രയും വലിയ പ്രശ്നം. മറ്റേ അസോളയ്ക്ക് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതുണ്ടോ, അസോള കയറി വളർന്ന് അസോള വേറെ എന്താണ്ടൊക്കെ സംഭവങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് നന്നായിട്ട് വന്നൊരു തയ്യുമായിരുന്നു. അതേ ഈ പരുവായി. നമ്മൾ കുറച്ച് പോയി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുക. ഇതിനകത്തൊക്കെ അസോളയൊക്കെ കുറേ എടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ അല്ലാത്ത സൈസിലുള്ളതല്ലേ, മറ്റേ ഡക്വേഡിൻ്റെ അസോളയില്ല, അതൊരു കുഴപ്പമില്ല കേട്ടോ. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേരത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പക്ഷേ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതാണ് പുതിയ താമര വിശേഷങ്ങൾ. പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇടയ്ക്കെങ്കിലുമൊക്കെ കയറി നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ ഈ പുഴുക്കളും ഒക്കെ നമ്മുടെ താമര നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ താമര വിശേഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ 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 ബൈ.